തലവേദന കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ കേട്ടോളൂ, ഒരു ദിവസത്തെ മോശം ഉറക്കം മാത്രം മതി തൊട്ടടുത്ത ദിവസം നിങ്ങളെ കടുത്ത മൈഗ്രെയിനിലേക്ക് തള്ളിവിടാൻ. ദിവസവും തലവേദനയോടെയാണ് നിങ്ങൾ ഉണരുന്നതെങ്കിൽ വില്ലൻ നിങ്ങളുടെ ഉറക്കം തന്നെ ആയിരിക്കും. നമ്മുടെ തലച്ചോറിലെ ഒരേ ഭാഗങ്ങളാണ് ഉറക്കത്തെയും മൈഗ്രെയിനെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. നിങ്ങൾക്ക് കൃത്യമായി ഉറക്കം കിട്ടാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തിന് അടിക്കടി മാറ്റം വരുമ്പോഴോ തലച്ചോറിന് വേദന താങ്ങാനുള്ള ശേഷി കുറയുന്നു. ഇത് മൈഗ്രെയിൻ വരാനുള്ള സാധ്യത ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കം കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോണും ഇൻഫ്ലമേറ്ററി കെമിക്കലും കൂടും. ഫലമോ ചെറിയ വെളിച്ചമടിക്കുമ്പോഴോ ഒരു നേരം ഭക്ഷണം വൈകുമ്പോഴോ അല്ലെങ്കിൽ ചെറിയൊരു മാനസിക വിഷമം വരുമ്പോൾ പോലും മൈഗ്രെയിൻ അറ്റാക്ക് പെട്ടെന്ന് വരും. മറ്റൊരു പ്രധാന കാരണം REM സ്ലീപ്പ് അഥവാ തലച്ചോറിന്റെ റിക്കവറിക്ക് സഹായിക്കുന്ന ആഴത്തിലുള്ള ഉറക്കം നഷ്ടപ്പെടുന്നതാണ്. ഇത് തലച്ചോറിനെ എപ്പോഴും ഒരു അസ്വസ്ഥമായ അവസ്ഥയിൽ നിലനിർത്തുന്നു. ഇനി ഉറക്കക്കുറവ് മാത്രമല്ല പ്രശ്നം കേട്ടോ. ശനി ഞായർ ദിവസങ്ങളിൽ ആവശ്യത്തിലധികം ഉറങ്ങുന്നത്, രാത്രി വൈകിയിരുന്ന് സിനിമയും സീരീസും കാണുന്നതും, പിന്നെ ഷിഫ്റ്റ് ജോലികൾ, അമിതമായ കൂർക്കം വലി, ഇതൊക്കെ മൈഗ്രെയിൻ കൂട്ടാൻ കാരണമാക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മൈഗ്രെയിൻ മാറ്റാൻ ഗുളികകളെ മാത്രം ആശ്രയിക്കാതെ നിങ്ങളുടെ ഉറക്കത്തിന് പ്രാധാന്യം നൽകൂ. ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രദ്ധിക്കുക. കിടക്കുന്നതിന് മുൻപ് ഫോണും ടിവിയും ഒക്കെ ഒഴിവാക്കാം. ദിവസവും 7 മുതൽ 9 മണിക്കൂർ വരെ നല്ല സുഖമുള്ള ഉറക്കം ശീലമാക്കൂ. നല്ല ഉറക്കം ആരോഗ്യം കൂട്ടുക മാത്രമല്ല, മൈഗ്രെയിനെ പടിക്ക് പുറത്താക്കാനുള്ള ഏറ്റവും എളുപ്പമായ വഴി കൂടിയാണ്. കുറഞ്ഞ ഉറക്കം കാരണം നിങ്ങൾക്ക് മൈഗ്രെയിൻ വരാറുണ്ടോ? താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ഹെൽത്ത് ടിപ്പുകൾക്കായി ഇപ്പൊ തന്നെ ഫോളോ ചെയ്യൂ.